നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Monoclinic sulfur is an example of monoclinic crystal system. What are the characteristics of the crystal system? അപ്പോൾ നമുക്ക് മോണോക്ലിനിക് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോണോക്ലിനിക് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, അല്ല രണ്ട് ആംഗിൾ ഈക്വൽ ടു 90 ആയിരിക്കും, അല്ല ഒരു ആംഗിൾ നോട്ട് ഈക്വൽ ടു 90 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് മാച്ച് ചെയ്യുന്നത്. നമുക്ക് NCERT-ലുള്ള ഡയറക്റ്റ് ഡാറ്റയാണ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോർഡിനേഷൻ നമ്പർ ഓഫ് CS+ ആൻഡ് CL- ഇൻ CSCl ക്രിസ്റ്റൽ ആർ. അപ്പോൾ CSCl ക്രിസ്റ്റൽ എന്ന് പറയുന്നത് BCC ടൈപ്പ് ആയിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, അതിൽ CS+ അയൺ എന്ന് പറയുന്നത് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ബോഡി സെൻറ്റർ ആണ്. അതുപോലെ തന്നെ CL- ആണ് ഇപ്പോൾ കോർണേഴ്സ് ആയിരിക്കും ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടാവുക. ഇനി each CS+ is surrounded by 8 CL- ion and each CL- ion is surrounded by 8 CS+ ion ആണ്. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 8ഉം 8ഉം ആണ്. നമുക്ക് ഓപ്ഷൻ 2 ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. An electron trapped in a anion site in a crystal is called. അപ്പോൾ ഒരു ആനിയോൺ സൈറ്റിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് സെൻറ്റർ. ഈ എഫ് സെൻറ്റർ ആണ് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ കളറിൻ്റെ ഒക്കെ റീസൺ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Na+ ആൻഡ് Cl- ഇൻ NaCl ക്രിസ്റ്റൽ ഇസ് 265 picometer, ദി എഡ്ജ് ലെങ്ത് ഓഫ് ദി യൂണിറ്റ് സെൽ വിൽ ബി. നമ്മൾ NaCl ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇവിടുത്തെ മുകളിലത്തെ ഈ പാർട്ടാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് Cl- അയൺ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ നമുക്ക് എഡ്ജ് സെൻറ്ററിൽ Cl- അയൺ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ എഡ്ജ് സെൻറ്ററിൽ Na+ അയൺ, ഇത് Cl- അയൺ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Na+ ആൻഡ് Cl-. നമ്മളതിൻ്റെ സെൻറ്റർ വെച്ചിട്ടാണ് പറയുക. അത് 265. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 265 ആണ്. ഓക്കെ, നമുക്ക് എഡ്ജ് ലെങ്ത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ 2 ടൈംസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇൻറ്റു 2, 265 × 2 ആണ് വരിക. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആണ്, 530 picometer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സിസ്റ്റം ദാറ്റ് ഫോം മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിസ്. അപ്പോൾ നമുക്ക് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കേണ്ടത്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവുന്നതുകൊണ്ടാണ് നമ്മളതിൻ്റെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുന്നത്. കമ്പോണൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലായിരിക്കും മിക്സറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം ആണ് വരിക. അപ്പോൾ ആൻസർ അസറ്റോൺ ആൻഡ് ക്ലോറോഫോം ആണ്. ഈ അസറ്റോൺ നമുക്കറിയാം CH3COCH3. ഓക്കെ, ക്ലോറോഫോം എന്ന് പറയുമ്പോൾ CHCl3 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി ഫോർമേഷൻ ഓഫ് എ ന്യൂ ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ ഇവിടുത്തെ ഓക്സിജൻ നമ്മൾ ഒരു പുതിയ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവുക. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്താൽ ദാറ്റ് മീൻസ് അതിൻ്റെ പിന്നെ വോളിയം കുറയാണ് ചെയ്യുന്നത്. അട്രാക്ഷൻ കൂടുമ്പോൾ വോളിയം കുറയല്ലോ, അങ്ങനെ വോളിയം കുറയാണ്. അങ്ങനെ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻക്രീസ് ആവുന്നതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ നമുക്ക് സി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ. നമുക്ക് എന്താ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം? കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ the property of the system the property of the solution which depends on number of solute particle and does not depends on the nature of solute particle. അപ്പോൾ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പക്ഷേ നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി 4 വരുന്നത്. ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, മറ്റേത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, പിന്നെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. നമുക്ക് ഓപ്ഷൻ നോക്കാം. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആൻസർ ആണ്. ഓസ്മോട്ടിക് പ്രഷർ ആൻസർ ആണ്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ഓപ്ഷൻ അല്ല. ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നമ്മുടെ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അതെ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്.
optical activity which is not a colligative property. Van Hoff factor of CaNO3 twice is, see ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ നമ്പർ ഓഫ് അയോൺസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത കാര്യം, നമ്മൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് മനസ്സിലാക്കുക? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എപ്പോഴും ഓർത്തു വെക്കുക. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ HCl, HNO3, H2SO4 ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇനി അതുപോലെ സ്ട്രോങ് ബേസ്, ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഹൈഡ്രോക്സൈഡ് ആദ്യത്തെ മെമ്പേഴ്സിനൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത്, ഫോർ എക്സാമ്പിൾ KOH, NaOH, ബേരിയം ഹൈഡ്രോക്സൈഡ് ഇതൊക്കെ സ്ട്രോങ് ബേസ് ആണ്. ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. പിന്നെ പൊതുവെ എല്ലാ ടൈപ്പ് ഓഫ് സാൾട്ടും ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു സാൾട്ട് ആണ്, അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഈ കാൽസ്യം നൈട്രേറ്റ് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഇത് കാൽസ്യം അയോൺ Ca2+ഉം അതുപോലെ തന്നെ 2 NO3 അയോൺസുമായിട്ട് NO3- അയോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിന്റെ നമ്പർ ഓഫ് അയോൺസ് N = 3 ആണ്. N = 3 ആണെങ്കിൽ അതിന്റെ വാൻ ഹോഫ് ഫാക്ടർ I = 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ 3 ആണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഗാൽവനിക് സെൽ with the following cell reaction? അപ്പോൾ നമുക്ക് ഇവിടെ സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. Cr solid react with Cd2+ to become 2Cr3+ and 3Cd. ഓക്കെ, എന്നിട്ട് Cr3+ ബാർ Crന്റെ, അതായത് Crന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, അതുപോലെ Cയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്ന സ്ഥിതിക്ക് നമ്മൾ ഇക്വേഷൻ നോക്കിയിട്ട് ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യും. Cr becomes Cr3+ എന്ന് പറയുമ്പോൾ ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ. ഇതിന് ഓക്സിഡേഷൻ ആണ് നടന്നത്. ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് ആനോഡ്. ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് Cd2+ becomes Cd ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇറ്റ് അണ്ടർഗോ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് കാഥോഡായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണത് എന്താ? ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ നമുക്ക് E0 സെല്ലാണ് കണ്ടുപിടിക്കുന്നത്. E0 സെൽ ഇസ് ഈക്വൽ ടു വീനോ, it is E0 cathode minus E0 anode ആണ്. അപ്പോൾ അത് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേമിലായിരിക്കണം, SRPന്റെ ടേമിലായിരിക്കണം, എന്നാലേ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ കാഥോഡ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാഥോഡ് എന്ന് പറയുന്നത് CD ആണ്. അപ്പോൾ CDന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് -0.4 ആണ്. മൈനസ് ഇനി ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡിന്റെ പൊട്ടൻഷ്യൽ ആണ്. ആനോഡിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട് മൈനസ്, അപ്പോൾ -1 0.74 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു -0.4 + 0.74. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഇട്ട 0.34 വോൾട്ട് ആണ്. ഓക്കെ, പ്ലസ് 0.34 വോൾട്ട് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ സെൽ റിയാക്ഷൻ Zn plus Cu2+ gives Zn2+ plus Cu. സെൽ റെപ്രസെൻറ്റേഷൻ ഇസ്, അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ സെല്ലിന്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഇവിടെ Zn becomes Zn2+ എന്ന് പറയുമ്പോൾ ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ആക്ട് ആസ് ആനോഡ്. ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. Cu2+ becomes Cu എന്ന് പറയുമ്പോൾ അതിന് നടന്നിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് കാഥോഡ്. ഇത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ സെൽ റെപ്രസെൻറ്റേഷൻ പറയുമ്പോൾ നോർമലി ആദ്യം അതിന്റെ ആനോഡിനെ റെപ്രസെന്റ് ചെയ്യും. Zn ആണ് ആനോഡ്. ഓക്കെ, വേണമെങ്കിൽ അത് സോളിഡ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആനോഡിന്റെ സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ Zn2+ ആണ് ആനോഡിന്റെ സോൾട്ട് സൊല്യൂഷൻ. അതിനുശേഷം ഡബിൾ ലൈൻ കൊടുക്കുക, സാൾട്ട് ബ്രിഡ്ജ്. ഇത് ഫേസ് ഡിഫറൻസിനെയാണ് സൂചിപ്പിക്കുന്നത്, കാരണം ഇത് സോളിഡ് ആണ്, ഇത് അക്വസ് ആണ്. അപ്പോൾ രണ്ട് ഫേസിനെയും ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സിംഗിൾ ലൈൻ കൊടുക്കും. ഓക്കെ, Zn2+ അക്വസ് ആണ്, ഡബിൾ ലൈൻ വിച്ച് റെപ്രസെന്റ് സാൾട്ട് ബ്രിഡ്ജ്. ഇനി സാൾട്ട് ബ്രിഡ്ജും അതുപോലെ തന്നെ ആനോഡിന്റെ സാൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ട് ആനോഡിന്റെ സാൾട്ട് സൊല്യൂഷനെ കാഥോഡിന്റെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അടുത്ത് നമ്മൾ കൊടുക്കുന്നത് കാഥോഡിന്റെ സാൾട്ട് സൊല്യൂഷൻ ആണ്. Cu2+ ആണ്. Cu2+ അക്വസ് സിംഗിൾ, ഇനി Cu ഇത് സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യുന്നത് Zn ബാർ Zn2+ ഡബിൾ ലൈൻ Cu2+ ബാർ Cu. ഓപ്ഷൻ എ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Delta G0 for the reaction Cu2+ plus Fe gives Fe2+ plus Cu. Cu2+ become Cu ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇതിനെ സംഭവിച്ചിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് കാഥോഡ്. ഇത് കാഥോഡ് അറ്റാക്ട് ചെയ്തു.
സി ഇവിടെ Fe become Fe2+. Fe become Fe2+ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ ആണ്. ഇറ്റ് വിൽ ആക്ട് ആസ് ആനോഡ്. അപ്പോൾ നമുക്ക് ആനോഡും കാഥോഡും ഏതാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് E0 സെല്ല് കണ്ടുപിടിക്കാൻ എന്താ? E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണ്. ഇവിടെ ആരാ കാഥോഡ് എന്ന് പറയുന്നത്? കാഥോഡ് എന്ന് പറയുന്നത് Cu2+ ആണ്. Cu2+ന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0.34 ആണ്. മൈനസ് എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് -0.44 ആണ് കൊടുത്തു. അപ്പോൾ രണ്ടും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിട്ടുക 0.78 ആണ്. 0.78 ആണ് ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെൽറ്റ G0 ആണ്. അപ്പോൾ ഡെൽറ്റ G0 നമുക്കറിയാം, ദാറ്റ് ഇസ് ഈക്വൽ ടു -NF E0 സെൽ. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണ്. Cu2+ ബിക്കം Cu എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയിരിക്കുന്നത് 2 ആണ്. അപ്പോൾ എന്നിന്റെ വാല്യൂ നമുക്ക് 2 കിട്ടി. അപ്പോൾ ഞാൻ വാല്യൂ അപ്ലൈ ചെയ്യാണ്. -2 ഇൻറ്റു എഫ്. എഫ് എന്ന് പറയുമ്പോൾ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഫാരഡേസ് കോൺസ്റ്റന്റ് വാല്യൂ വേണമെങ്കിൽ നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ് 10⁵ എന്ന് എടുക്കാം. ഓക്കെ, ആൻസറിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇൻറ്റു E0 സെല്ലിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന 0.78 ആണ്. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് മൈനസ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ 2 ഇൻറ്റു 78 എന്ന് പറയുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് അത് 1.5 മൈനസിൻ്റെ 1.5 എടുക്കാം. -1.5 ഇൻറ്റു 10⁵ എന്നുള്ള ടേമിലാണ് വരിക. ദാറ്റ് മച്ച് ജൂൾ ആണ്. നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, ഈ ആൻസർ ജൂളിലാണ് വരിക. ഓക്കെ, ദാറ്റ് മച്ച് ജൂൾ. ഇനി നമ്മളിതിനെ പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് -150 ഇൻറ്റു 10⁵. ഇതിൽ നിന്ന് 10⁵ എടുത്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 100 എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 150 ഇൻറ്റു 10⁵ ജൂൾ എന്നുള്ള ആൻസർ ആണ്. 10⁵ ജൂൾ എന്ന് പറയുന്നത് കിലോ ജൂൾ ആണ്. അപ്പോൾ -150 കിലോ ജൂൾ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെമിക്കൽ ഫോർമുല ഓഫ് റസ്റ്റ്. റസ്റ്റിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Fe2O3.XH2O. ഈ എന്താണ് എഫിന്റെ റസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഇതിൽ ആനോഡായിട്ട് വർക്ക് ചെയ്യുക Fe ആണ്. Fe ബിക്കം Fe2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ ആണെങ്കിൽ നമുക്ക് 2Fe ബിക്കം 2Fe2++ 4 ഇലക്ട്രോൺ എന്ന് കൊടുക്കാം. ഇതാണ് ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ്. ഈ 4 ഇലക്ട്രോൺ മെറ്റലിലൂടെ ട്രാവൽ ചെയ്തിട്ട് ഓക്കെ ഓക്സിജനെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ 4 ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് 4H+. ഓക്കെ, 4H+. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 നിന്ന് -2 പോകുന്നതുകൊണ്ടാണ് ഓക്സിജനെ റെഡ്യൂസ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോം ചെയ്യുക വാട്ടറാണ്. H2O ഫോം ചെയ്യും, 2H2O ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിലെ കാഥോഡിലത്തെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ Fe നൗ ബിക്കം Fe2+. Fe2+ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ Fe2+നെ അറ്റ്മോസ്ഫിയറിലത്തെ ഓക്സിജൻ വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് Fe3+ ആക്കി മാറ്റും. Fe3+ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് Fe2O3 ആണ്. ഈ Fe2O3ക്ക് ഹൈഡ്രേഷൻ നടന്നിട്ട് ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബിക്കം XH2O. നമ്മൾ XH2O എന്ന് പറയാം. സോ ഏതാ നമ്മൾ ഓപ്ഷൻ വരിക? സി ഓപ്ഷൻ ആണ്, Fe2O3.XH2O. ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. ഫോർ ദ റിയാക്ഷൻ 2NH3 gives N2 plus 3H2. If -dNH3 divided by dt is equal to K1 into molar concentration of NH3 and dN2 by dt is equal to K2 into molar concentration of NH3, dH2 by dt is equal to K3 into molar concentration of NH3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ K1, K2, K3 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2NH3 gives N2 plus 3H2 ആണല്ലോ. ഓക്കെ, ഇതിൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ റേറ്റ് ഇസ് ഈക്വൽ ടു -1/2 d molar concentration of NH3 divided by dt. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇത് പ്രോഡക്റ്റ് ആയതുകൊണ്ട് പ്ലസ് സൈൻ ആണ്. അപ്പോൾ പോസിറ്റീവ് എഴുതുന്നില്ല. dN2 divided by dt. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു വീണ്ടും പോസിറ്റീവ് ആണ് 1/3 dH2 divided by dt. ഇങ്ങനെയാണല്ലോ വരിക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് -dNH3 divided by dt എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ -dNH3 divided by dt ഇതിൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ അത്
2 ഇൻറ്റു ഇത് ഇങ്ങോട്ട് വന്നാൽ 2 ഇൻറ്റു dN2 ഡിവൈഡഡ് ബൈ dt ആണ്. ഓക്കെ, 2N2 ഡിവൈഡഡ് ബൈ dt ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ടേമിലുള്ള എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം dH2 ഡിവൈഡഡ് ബൈ dt ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ടേമിലേക്ക് എക്സ്പ്രസ് ചെയ്യാം 3 ഇൻറ്റു dN2 ഡിവൈഡഡ് ബൈ dt ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്ക്, നമുക്ക് dNH2 ഡിവൈഡഡ് ബൈ ഡിറ്റിൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് K1NH3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രം ദാറ്റ് ഞാനിക്ക് എഴുതാം K1 ഇൻറ്റു NH3 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഈക്വൽ ടു ഇതാണ്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു D2 ഇൻറ്റു dN2 ബൈ dt. 2 ഇൻറ്റു dN2 ബൈ dt. dN2 ബൈ ഡിറ്റിനെ നമ്മൾ K2NH3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം 2, ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഈ ഒരു ടേമിൽ കൊടുക്കാം. സോറി, ഇവിടെ നമുക്ക് 2 ഇൻറ്റു പിന്നെ K2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഈ ഫോമിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് K2 ഇൻറ്റു NH3 പറയുകയാണെങ്കിൽ K1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇതായിരിക്കുമല്ലോ ഏതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് K2 ഇൻറ്റു NH3ൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി അത് വേണമെങ്കിൽ എഴുതായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ എഴുതി. ഇനി അതുപോലെ നമ്മൾ ഇവിടുന്ന് എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ dH2 ഡിവൈഡഡ് ബൈ dt എന്ന് പറയുന്നത് 3 ഇൻറ്റു N2 ബൈ dt ആണ്. അപ്പോൾ ഇത് എവിടെ എഴുതിയിട്ടുണ്ട് dH2 ഡിവൈഡഡ് ബൈ dt എന്ന് പറയുന്നത് K3 ഇൻറ്റു NH3 ആണ്. അത് ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു dN2 ബൈ dt എന്ന് പറയുന്നത് എന്താ K2 ആണ്. അപ്പോൾ K2NH3. ഓക്കെ, ഇവിടുത്തെ കേസിലൊക്കെ നമുക്ക് NH3നെ ഫസ്റ്റ് തന്നെ അങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ K1 ബൈ 2 ഇസ് ഈക്വൽ ടു K2 ആണ്. അതുപോലെ ഇവിടെ നമ്മൾ കട്ടായി കഴിഞ്ഞാൽ ഇവിടെ NH3 കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ K3 ബൈ 3 ഇസ് ഈക്വൽ ടു K2. ഓക്കെ, അപ്പോൾ K2 ഇസ് ഈക്വൽ ടു K1 ബൈ 2, K2 ഇസ് ഈക്വൽ ടു K3 ബൈ 2. അപ്പോൾ നമ്മളിത് ഒരുമിച്ച് എഴുതിയാൽ K1 ബൈ 2 ഇസ് ഈക്വൽ ടു K2 ഇസ് ഈക്വൽ ടു K3 ബൈ 2. ഓക്കെ, സോറി K3 ബൈ 3 ഇങ്ങനെയല്ലേ വരിക. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ ഇതിനകത്ത് വരുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 3 കൊണ്ട് ഞാൻ ഇതിനെ ഓവറോൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക 3 കൊണ്ട്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 3/2 എന്ന് പറയുന്നത് 1.5 K1 ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 3 വരും. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി അല്ലേ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് 10 minutes. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി റിയാക്ഷൻ വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 100 minutes? ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 10 minutes ആണ്. 100 minutes ആയി എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 10 t ഹാഫ് അവിടെ കംപ്ലീറ്റ് ആയി എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ 100 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 10 ആയതുകൊണ്ട് അവിടെ 10 t ഹാഫ് നമ്പർ ഓഫ് t ഹാഫ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് t ഹാഫ് 10 അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഓർമ്മയുണ്ട്, അതായത് T99.9%. ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഓർമ്മിച്ച് വെക്കുന്നത് നന്നായിരിക്കും. T99.9% ഇസ് ഈക്വൽ ടു 10 t ഹാഫ് എന്ന്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 t ഹാഫ് ആണ്. ദാറ്റ് മീൻസ് T99.9% ഓഫ് റിയാക്ഷൻ ഇസ് കംപ്ലീറ്റഡ്. അപ്പോൾ 14ൻ്റെ ആൻസർ സി ആണ് വരും. ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവേഷൻ എനർജി E ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് K1 ആൻഡ് K2 ഓഫ് കെമിക്കൽ റിയാക്ഷൻ അറ്റ് 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് T2 ആർ റിലേറ്റഡ് ബൈ. നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ അറിയാം. LN വെച്ചിട്ടും ലോഗ് വെച്ചിട്ടും നമ്മൾ പറയാറുണ്ട്. ഞാൻ LN വെച്ചിട്ട് പറയാം. LN K2 ബൈ K1 ഇസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ R. ഇങ്ങനെയാണ് EA ഡിവൈഡഡ് ബൈ R 1 ബൈ മൈനസ് ഇല്ല, EA ഡിവൈഡഡ് ബൈ R 1 ബൈ T1 മൈനസ് 1 ബൈ T2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ഓപ്ഷനിൽ എല്ലാം എന്താണ്, ഇത് മൈനസ് വരാത്ത ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻ അല്ല. അപ്പോൾ ഈ മൈനസ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, LN K2 ബൈ K1 ആണ്. ഇവിടെ മാറ്റിയാലും നമുക്ക് മൈനസ് ഇടാം. അപ്പം ഞാൻ ഇവിടെ എഴുതാണ് LN K2 ബൈ K1 ഇസ് ഈക്വൽ ടു, ഞാൻ മൈനസ് EA കൊടുത്തു, മൈനസ് EA ബൈ R. ഇവിടെ എക്സ്പ്രഷൻ മാറ്റുമ്പോൾ 1 ബൈ T2 മൈനസ് 1 ബൈ T1 എഴുതിയാൽ ഓക്കെ, ഇത് മൈനസും ഇത് മൈനസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ വരിക, നമുക്ക് ഓപ്ഷൻ ബി അല്ല ആൻസർ വരിക, ഓപ്ഷൻ ബി.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ത്രഷോൾഡ് എനർജി ഈസ് ഈക്വൽ ടു. അപ്പോൾ എന്താ ത്രഷോൾഡ് എനർജി, എന്താണ് ആക്ടിവേഷൻ എനർജി? നമ്മൾ ഈ ഗ്രാഫ് ആക്ടിവേഷൻ എന്താണ് എനർജി, പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ്റെ ഗ്രാഫ് നമ്മളിങ്ങനെ വരക്കാറുണ്ട്. ഓക്കെ, ഒരു സിമ്പിൾ റിയാക്ഷൻ്റെ കേസാണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള എനർജിയാണ് എനർജി പൊസസ്ഡ് ബൈ ദി മോളിക്യൂൾ, എനർജി ഓഫ് ദി മോളിക്യൂൾ എന്ന് പറയാം. ഇനി ഇവിടം മുതൽ ഇവിടം വരെയുള്ള എനർജിയാണ് അതിൻ്റെ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മോളിക്യൂള് ത്രഷോൾഡ് ബാരിയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അബ്സോർബ് ചെയ്യേണ്ട എനർജീനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയാണ് ആക്ടിവേഷൻ എനർജി. ദിസ് ഇസ് ആക്ടിവേഷൻ എനർജി. ദിസ് ഇസ് എനർജി പൊസസ്ഡ് ബൈ മോളിക്യൂൾ. അപ്പോൾ ഇത് മോളിക്യൂളിൻ്റെ എനർജി, ഇത് ത്രഷോൾഡ് എനർജി. ദിസ് ഇസ് ത്രഷോൾഡ് എനർജി. ത്രഷോൾഡ് എനർജി. സോ ത്രഷോൾഡ് എനർജി, therefore threshold energy is equal to energy possessed by the molecule plus activation energy. അപ്പോൾ threshold energy is equal to activation energy plus energy of the molecules. Option C. In Fredlich adsorption equation, x by m is equal to k p raised to 1 by n. The value of n is, okay, നമുക്കറിയാം വാല്യൂ ഓഫ് n എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ട്രൈ ആൽക്കൈൽ അലൂമിനിയം, ദാറ്റ് ഇസ് ട്രൈ ഈഥൈൽ അലൂമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് വൈറ്റ് ഫോസ്ഫറസ്. നമ്മൾ വൈറ്റ് ഫോസ്ഫറസ് എടുത്തു കഴിഞ്ഞാൽ 4 ഫോസ്ഫറസ് ആറ്റം, P4 ആണ്. ഓക്കെ, അപ്പോൾ ഈ P4 മോളിക്യൂൾസ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ഷേപ്പിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ P4 വൈറ്റ് ഫോസ്ഫറസ് P4 എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാരോസ് ആസിഡ്സ്. കാരോസ് ആസിഡ് എന്ന് പറയുന്നത് പെറോക്സി സൾഫ്യൂരിക് ആസിഡ് ആണ്. പെറോക്സി സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ H2SO5. H2SO5 എന്ന് പറയുമ്പോൾ ഇത് S ഡബിൾ ബോണ്ടോ ഒരെണ്ണം OH ഫോമിലും മറ്റൊരെണ്ണം OOH ഫോമിലാണ്. ഓക്കെ, ഇത് പെറോക്സൈഡ് ലിങ്കേജ് ആണ്. നമ്മൾ നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ +6 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെറോക്സി ലിങ്കേജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പെറോക്സി സൾഫ്യൂരിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. O2 is a symbol of dash ion. ഈ O2 വരുമ്പോൾ ശരിക്കും O സിംഗിൾ ബോണ്ട് Oയും ഈ ഓക്സിജൻ മൈനസ് ചാർജ് ഈ ഓക്സിജൻ മൈനസ് ചാർജ്, അങ്ങനെയാണ് ഇത് O2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് പെറോക്സൈഡ് അയോൺ ആണ്. സോ ഓപ്ഷൻ സി പെറോക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് മോണോ അറ്റോമിക്. ഈ നോബിൾ ഗ്യാസസ് ഒക്കെ നമ്മൾ മോണോ അറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ് കൺസിഡർ. അപ്പോൾ മോണോ അറ്റോമിക് ഏതാണെന്ന് വെച്ചാൽ എപ്പോഴും നോബിൾ ഗ്യാസ് ഉണ്ടോ നോക്കുക. ഇതിനകത്ത് നോബിൾ ഗ്യാസ് പ്രസന്റ് ആയിട്ടുണ്ട്. ഹീലിയം നോബിൾ ഗ്യാസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അയോൺ ദാറ്റ് കനോട്ട് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരാറ്റത്തിന് ഓക്സിഡേഷനും നടക്കണം, അതുപോലെ തന്നെ റിഡക്ഷനും നടക്കണം. ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ അത് അതിൻ്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാവാൻ പാടില്ല. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ വീണ്ടും അവിടെ ഫർദർ ഓക്സിഡേഷൻ പോസിബിൾ ആയിരിക്കില്ല. അതുപോലെ റിഡക്ഷൻ നടക്കണമെങ്കിൽ അത് അതിൻ്റെ മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിലാവാൻ വേണ്ടി പാടില്ല. കാരണം മിനിമം ആണെങ്കിൽ വീണ്ടും ഓക്സിഡേഷൻ നമ്പർ കുറയാൻ പറ്റില്ല, അപ്പോൾ റിഡക്ഷൻ നടക്കില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെയും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെയും ഇടയിലാണെങ്കിൽ ഇറ്റ് ക്യാൻ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. നമുക്കിവിടെ ക്ലോറിനെ ബേസ് ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറയുക. ക്ലോറിൻ പറയുമ്പോൾ ക്ലോറിൻ്റെ മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഓക്കെ, കാരണം 2, 8, 7 കോൺഫിഗറേഷൻ ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്താൽ അത് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരും. മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ +7 ആണ്. കാരണം അതിൻ്റെ 7 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും. അപ്പോൾ ഈ മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയ -1ലോ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയ +7ലോ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എടുക്കാം. ClO4- എന്ന് പറയുമ്പോൾ ക്ലോറിൻ അതിൻ്റെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ. സോ ഇതിന് ഇത് നടക്കില്ല, ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കില്ല. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടി നോക്കാം. ClO3- എന്ന് പറയുമ്പോൾ ക്ലോറിൻ അതിൻ്റെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഇവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കും. ClO- +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, -1 അല്ല, അപ്പോൾ നടക്കും. ClO3- മേ ബി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്കെ നടക്കും. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് നടക്കാത്തതാണ്, കനോട്ട് അണ്ടർഗോ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം അൺപെയർഡ് ഇലക്ട്രോൺ, അൺപെയർഡ് ഡി ഇലക്ട്രോൺസ്? Zn2+ എന്ന് പറയുമ്പോൾ 3d10 ആണ്, നോ അൺപെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, Fe2+ എന്ന് പറയുമ്പോൾ എന്താ വരിക? Fe is 3d6 4s2. Fe2+ എന്ന് പറയുമ്പോൾ it will be 3d6 ആണ്. 3d6 എന്ന് പറയുമ്പോൾ ഈ ഫോമിൽ അല്ലേ, ഒരെണ്ണം പെയർഡ് ആയിരിക്കും, ബാക്കിയൊക്കെ അൺപെയർഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, 4 അൺപെയർഡ് ഇലക്ട്രോൺസ്, ഇവിടെ 4 അൺപെയർഡ് ഇലക്ട്രോൺസ്. ഇനി Ni2+, നിക്കൽ നമുക്കറിയാം 28 ആണ്. 28 എന്ന് പറയുമ്പോൾ അത് 3d8 4s2 ആണ്. ഓക്കെ, ഇനി Ni2+ എന്ന് പറയുമ്പോൾ 3d8 ആണ്. ഓക്കെ, 3d8 നമുക്ക് ഈ രീതിയിലല്ലേ ഫില്ല് ചെയ്യാം. ഇതാണ് 3d8 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. 2 അൺപെയർഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. Cu+ എന്ന് പറയുമ്പോൾ 3d10 4s1 ആണ്. Cu+ എന്ന് പറയുമ്പോൾ അത് 3d10 ആണ്, നോ അൺപെയർഡ് ഇലക്ട്രോൺ. മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇസ് പ്രസന്റ് ഇൻ കേസ് ഓഫ് Fe2+. ഈ ഓപ്ഷനിൽ Fe2+, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റിക് മൊമെന്റ് mu ഓഫ് ട്രാൻസിഷൻ മെറ്റൽ ഇസ് റിലേറ്റഡ് ടു ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ns. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആണ് നേരെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് mu എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇക്വേഷൻ mu is equal to square root of n into n+2, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് ഓൾമോസ്റ്റ് ഈക്വൽ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയ ബിക്കോസ് ഓഫ് ലാന്തനോയ്ഡ് കോൺട്രാക്ഷൻ. നമുക്കറിയാം, ഡയറക്റ്റ് നമുക്ക് അറിയുന്ന ഓപ്ഷൻ ആണ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് അയോൺസ് ഗിവൺ ബൈ PtNH3 6 times Cl4 ഇൻ ആൻ aqueous സൊല്യൂഷൻ. ഈ ഒരു കോംപ്ലക്സ് PtNH3 6 times Cl4 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എപ്പോഴും അതിൻ്റെ കൗണ്ടർ അയോൺ ആയിട്ടും അതുപോലെ തന്നെ കോർഡിനേഷൻ സ്പിയറുമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ സ്പിയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് PtNH3 6 times. ഇത് 4+ ആവുക. എന്തുകൊണ്ടാണ്? ഇവിടെ ബാക്കി കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് 4Cl- അയോൺസ് പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് ഇവിടെ 4 ഒന്ന് 5 അയോൺസ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 അയോൺസ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡൈ എത്തിലീൻ ട്രൈ അമൈനസ്. ആദ്യം എന്താണ് ഡൈ എത്തിലീൻ ട്രൈ അമൈൻ നോക്കാം. ഡൈ എത്തിലീൻ, ഈ കോമൺ നെയിമത്ത് എത്തിലീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിംപ്ലി ഒരു CH2 എന്ന് പറയുന്ന യൂണിറ്റ് കൊടുക്കുക. ഓക്കെ, ഡൈ എത്തിലീൻ 2 കൊടുത്ത്. ട്രൈ അമൈൻ, ഞാൻ ഈ 3 അമൈൻ ഗ്രൂപ്പ് വേണം. അപ്പോൾ ഒരു അമൈൻ ഗ്രൂപ്പിനെ ഇവിടെ കൊടുത്തു NH2, അടുത്ത അമൈൻ ഗ്രൂപ്പിനെ ഞാൻ ഇവിടെയും കൊടുത്തു, ബാക്കിയുള്ള ഒരെണ്ണത്തിന് നടുക്കും കൊടുത്തു. അപ്പോൾ NH. ഇതാണ് ഈ പറയുന്ന ഡൈ എത്തിലീൻ ടെട്രാ അമൈൻ, ഡൈ എത്തിലീൻ ട്രൈ അമൈൻ. ഇവിടെ മോർ ദാൻ 1 ഡോണർ ആറ്റംസ് പ്രസന്റ് ആയിട്ടുണ്ട്. മോർ ദാൻ 1 ഡോണർ ആറ്റംസ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു കീലേറ്റിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ കീലേറ്റിംഗ് ഏജന്റ് കറക്റ്റ് ആണ്. ഇനി ട്രൈഡെൻഡേറ്റ് ന്യൂട്രൽ മോളിക്യൂൾ നോക്ക്. ഒരു ഡോണർ ആറ്റം, അടുത്ത ഡോണർ ആറ്റം, അടുത്ത ഡോണർ ആറ്റം, 3 ഡോണർ ആറ്റംസ് പ്രസന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ട്രൈഡെൻഡേറ്റ് ആണ്, ന്യൂട്രൽ മോളിക്യൂൾ ആണ്. ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ബി ബോത്ത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക നമുക്ക് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കാം. ദ കോർഡിനേഷൻ നമ്പർ ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് ഇൻ CONH3 5 times SO4Cl. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റലായിട്ടുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ഡോണർ ആറ്റത്തിന്റെ എണ്ണാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് NH3 ഒരു മോണോഡെൻഡേറ്റ് ലിഗൻഡ് ആണ്. അപ്പോൾ 5 NH3 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് SO4 2- തൽക്കാലം അത് ഒരു ഡോണർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡോണർ ആറ്റം കിട്ടി. അപ്പോൾ ഇവിടെ 5, ഇവിടെ 1 6. അപ്പോൾ ഡോണർ ആറ്റത്തിന്റെ എണ്ണം 6 ആണ്. അപ്പോൾ 6 നമുക്ക് കോർഡിനേഷൻ നമ്പർ. ഇനി ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊബാൾട്ടിന്റെ വാല്യൂ x ആയിട്ട് എടുത്തു. NH3 ന്യൂട്രൽ മോളിക്യൂൾ ആണ് 0. SO4ന്റെ ചാർജ് -2, ക്ലോറിന്റെ ചാർജ് -1, നെറ്റ് ചാർജ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x is equal to +3 ആണ്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ +3. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. കോർഡിനേഷൻ നമ്പർ is equal to 6 ആൻഡ് ഓക്സിഡേഷൻ നമ്പർ is equal to 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കോംപ്ലക്സ് CONH3 4 times SCN twice Cl exhibits the isomerism which are. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ലിങ്കേജ് ഐസോമറസ് ആരാ കാണിക്കുക? ഇഫ് ദർ ഇസ് ആംബിഡെൻഡേറ്റ് ലിഗൻഡ്സ് ആർ പ്രസന്റ്. നോക്ക്, SCN എന്ന് പറയുന്നത് ഒരു ആംബിഡെൻഡേറ്റ് ലിഗൻഡ് ആണ്. ദാറ്റ് ഇസ് സൾഫറിന് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ നൈട്രജനും ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്
SCN അതുപോലെ NCS എന്ന് പറയുന്ന ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്കേജ് ഐസോമറിസം കറക്റ്റ് ആണ്. ഇനി എന്താ അയോണൈസേഷൻ ഐസോമറിസം. അയോണൈസേഷൻ ഐസോമറിസം കാണിക്കണമെങ്കിൽ ഈ CLനെ ഇൻസൈഡ് പുറത്തുള്ള ആൾക്ക് അകത്ത് വരാൻ വേണ്ടി പറ്റണം, അകത്തുള്ള ആൾക്ക് പുറത്തും പോകാൻ വേണ്ടി പറ്റണം. CL -1 ചാർജ് ക്ലോറിന് അകത്തേക്ക് വരാം, വേണമെങ്കിൽ പുറത്ത് SCN നമുക്ക് പുറത്തേക്ക് വിടുകയും ചെയ്യാം. അപ്പോൾ ഏതും പോസിബിൾ ആണ്, അയോണൈസേഷൻ ഐസോമറിസം പോസിബിൾ ആണ്. ഇനി ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ കോർഡിനേഷൻ സ്പിയർ മാത്രം നോക്കിയാൽ മതി. കോർഡിനേഷൻ സ്പിയർ നോക്കിക്കഴിഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ 6 ആണ് വരുന്നത്. 6 കോർഡിനേഷൻ നമ്പർ വരുന്നുണ്ടെങ്കിൽ അത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഇത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലാണ്. ഇതെന്ന് പറയുന്നത് ശരിക്ക് MA4B2 ടൈപ്പ് ആണ്. അങ്ങനെ MA4B2 ടൈപ്പ് ആണെങ്കിൽ അത് ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ ലിങ്കേജ് ഐസോമറിസം കാണിക്കും, അയോണൈസേഷൻ ഐസോമറിസം കാണിക്കും, അതുപോലെ തന്നെ ജോമെട്രിക്കൽ ഐസോമറിസം അതിന് പോസിബിൾ ആണ്. നമുക്ക് ഓപ്ഷൻ A ആണ് ആൻസർ വരിക. അടുത്ത നമുക്ക് ഓർഗാനിക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1-chloroproppane ഇസ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് KOH. എങ്ങനെ 1-chloroproppane എഴുതുക? അപ്പോൾ CH3 CH2 CH2 Cl. ദിസ് ഇസ് 1-chloroproppane which is treated with alcoholic KOH. Okay, alcoholic KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡീഹൈഡ്രോഹാലജനേഷൻ ആണ് നടക്കുക. ഇവിടുന്ന് ക്ലോറിൻ റിമൂവ് ചെയ്യും, ഇവിടുന്ന് HN റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക ഇറ്റ് വിൽ ബി CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇനി അതിനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് HX ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നടക്കുന്നത് മാർക്കോണിക്കോസ് അഡീഷൻ ആണ്. നെഗറ്റീവ് പാർട്ട് ഓഫ് അഡെൻഡം ദാറ്റ് ഇസ് H- ഷുഡ് ബി ആഡഡ് ടു കാർബൺ വിത്ത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ X വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യും. ഇത് അഡീഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. H ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റ് എഴുതിയാൽ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? CH3 CH, ഇവിടെ X വരും, ഇവിടെ CH3. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് 1-chloroproppene എന്ന് പറയുന്നത് തെറ്റാണ്. ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡ് ശരിയാന്ന് വെച്ചാൽ ഓക്കെ, ആൽക്കൈൽ ഹാലൈഡ് ശരിയാണ്. ഏത് ആൽക്കൈൽ ഹാലൈഡ് അങ്ങനെയൊന്നും ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. 2-chloroproppane. ഓക്കെ, അപ്പം നമുക്ക് 2-chloroproppane, അവിടെ ഇത് ക്ലോറിൻ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, X എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ തൽക്കാലം വിടാം. നെക്സ്റ്റ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, ഈ ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സെക്കൻഡറി കാർബണിലായതുകൊണ്ട് നമുക്ക് ഇതിനെ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, ഇത് ആൽക്കൈൽ ഹാലൈഡ് കൊണ്ട് ഇവിടെ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. B എന്ന് പറയുന്നത് കറക്റ്റ് റോങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഹാസ് ഹയസ്റ്റ് ഡൈപോൾ മൊമെന്റ്? നമുക്കിവിടെ മീഥേൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോ, ഡൈ, ട്രൈ, ടെട്രാ ക്ലോറൈഡുകളാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഓർഡർ, ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഓർഡർ നമുക്ക് ഓർമ്മയുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെൻ്റ് കാണിക്കുക ഇതിനകത്ത് CH3 Cl ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് കാണിക്കുക CH2 Cl2 ആണ്. ഇത് കഴിഞ്ഞാൽ CH-Cl3, ഏറ്റവും ലീസ്റ്റ് CCl4. ഓക്കെ, ഇതാണ് ഓർഡർ. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓർഡർ എന്നല്ല, ഹയസ്റ്റ് ഡൈപോൾ മൊമെൻ്റ് ആർക്കാണെന്ന്. ഹയസ്റ്റ് ഡൈപോൾ മൊമെൻ്റ് ഇസ് ഫോർ CH3 Cl. ഓപ്ഷൻ A ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 33. SN2 റിയാക്ഷൻ ടേക്ക് പ്ലേസ് വിത്ത്, നമുക്കറിയാം SN2 റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ ആണ് നടക്കുക. കാരണം ഈ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് കൂടെ അല്ല, അപ്പോൾ കോൺഫിഗറേഷനിൽ നോർമലി ഇൻവേർഷൻ ആണ് നടക്കേണ്ടത്. സോ ആൻസർ ഇസ് ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ, ഓപ്ഷൻ B. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ റിയാക്ഷൻ C2H5Br പ്ലസ് NaI, ഒരു എന്താണ് ആൽക്കൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ആൽക്കൈൽ ക്ലോറൈഡ് ആയിരിക്കും, is treated with sodium iodide in presence of dry acetone. എന്നിട്ട് അവിടെ നമുക്ക് അയോഡൈഡ് ആണ് ഫോം ചെയ്യുന്നത് ആൻഡ് NaBr. This reaction is known as Finkelstein reaction. This is an halogen exchange reaction. നമ്മൾ പിന്നെ ക്ലോറൈഡ് ബ്രോമൈഡിനെ ഹാലജൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് അയോഡൈൻ കൊണ്ടുവരുന്ന റിയാക്ഷൻ ആണിത് ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ, വിച്ച് ഇസ് എ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് SN2 മെക്കാനിസം ആണ്. കാരണം NaI നോർമൽ കേസിൽ NaI എന്ന് പറയുമ്പോൾ I- എന്ന് പറയുന്ന സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയോഫൈലായ I- ഉള്ളതുകൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് എപ്പോഴും SN2. നോർമൽ കേസിൽ പ്രിഫർ ചെയ്യുക SN2 മെക്കാനിസം ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ, ഓപ്ഷൻ B. ഡീനാച്ചുറേഡ് ആൽക്കഹോളിസ്, അതായത് ആൽക്കഹോൾ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പോയിസണും ചിലപ്പോൾ എന്താണ് ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ഒക്കെ ചേർത്തിട്ട് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എത്തനോൾ പ്ലസ് മെത്തനോൾ ചേർക്കാറുണ്ട്, കറക്റ്റാണ്. പക്ഷെ കുറച്ചും കൂടി പിന്നെ നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് പ്ലസ് മെത്തനോൾ പ്ലസ് നാഫ്തലിൻ
അതുപോലെ തന്നെ നാഫ്തലും കൂടെ റബ്ബർ, അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കലുണ്ട്. അത് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 36 ക്വസ്റ്റ്യൻ നോക്കാം. ലൂക്കാസ് റിയേജൻറ്റ്. എന്താ ലൂക്കാസ് റിയേജൻറ്റ്? ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് ZnCl2 ആണ്. ലൂക്കാസ് റിയേജൻറ്റ് ഉപയോഗിക്കുന്നത് തന്നിരിക്കുന്ന ആൽക്കഹോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ അപ്പോൾ നമുക്ക് റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഒരു ആൽക്കഹോൾ ഉണ്ട് ROH വിച്ച് ഈസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് ZnCl2. ഓക്കെ, ഇവിടെ OH മാറ്റിയിട്ട് അവിടെ Cl വരും. ഈ RCl എന്ന് പറയുന്നത് ടർബിഡിറ്റി ആയിട്ടാണ് എപ്പിയർ ചെയ്യുക. ഈ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് SN1 മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ടേഴ്സറി ആൽക്കഹോൾ ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ടർബിഡിറ്റി വരും. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും ഉപയോഗിക്കുന്ന ടേഴ്സറി ആണെങ്കിൽ. സെക്കൻഡറി ആണെങ്കിൽ കുറച്ചും കൂടി റിയാക്ഷൻ കുറവായിരിക്കും, റിയാക്ടിവിറ്റി കുറവായിരിക്കും, ഒരു ആഫ്റ്റർ 5 minutes ഒക്കെയാണ്. പ്രൈമറി ആണെങ്കിൽ റിയാക്ടിവിറ്റി നന്നായിട്ട് കുറവായിരിക്കും, റൂം ടെമ്പറേച്ചറിൽ അത് ടർബിഡിറ്റി തരില്ല. അപ്പോൾ ഈ രീതിയിൽ തന്നിരിക്കുന്ന ആൽക്കഹോൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേഴ്സറി ആണോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂക്കാസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടി. ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് ZnCl2, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഫോർമുല ഓഫ് വുഡ് സ്പിരിറ്റ്. നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് മെത്തനോളിനെയാണ്. അപ്പോൾ മെത്തനോളിന്റെ ഫോർമുല എന്താ? CH3OH. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇനി ഐഡന്റിഫൈ സെഡ് ഇൻ ദി സീക്വൻസ് ഓഫ് ദി റിയാക്ഷൻസ്. നോക്ക്, ഇവിടെ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 which is treated with HBr in presence of peroxide. ശരിക്കും ഓർഗാനിക് പെറോക്സൈഡ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. അപ്പോൾ പെറോക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് എന്താ? പെറോക്സൈഡിന്റെ പ്രസൻസിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് പെറോക്സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ കാരാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ ആന്റി മാർക്കോണിക്കോസ് റൂൾ എന്നാണ് വിളിക്കുക. നെഗറ്റീവ് പാർട്ട് ഓഫ് അഡെൻഡം ദാറ്റ് ഇസ് Br-. നോർമലി മാർക്കോണിക്കോസ് റൂൾ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു കാർബൺ വിത്ത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഇങ്ങോട്ടേക്കാണ് Br- ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നടക്കുക പെറോക്സൈഡിന്റെ പ്രസൻസിൽ HBr ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യും. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, ഈ പെറോക്സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും HBr-ന് മാത്രമുള്ളതാണ്. ഓക്കെ, അല്ലാതെ HCl-നോ HI-ക്കോ ഈ ഒരു റിയാക്ഷൻ ഇല്ല. അത് എപ്പോഴും സ്ട്രിക്ട്ലി ഓർമ്മിക്കുക. HCl തന്നിട്ട് നമ്മളോട് പെറോക്സൈഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ആൻസർ ആന്റി മാർക്കോണിക്കോസ് റൂൾ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പാടില്ല. HI തന്നിട്ട് പെറോക്സൈഡ് എന്നാൽ എഴുതാൻ വേണ്ടി പാടില്ല. കാരണം HBr-ന് മാത്രമാണ് ഈ പറയുന്ന പെറോക്സൈഡ് ഇഫക്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് ഫസ്റ്റ് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്? വിച്ച് ഈസ് ട്രീറ്റഡ് വിത്ത് C2H5ONa. ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ തിരിച്ചെഴുതാം, NaOC2H5. ശരിക്കും ഇത് വില്യംസൺ സിന്തസിസ് ആണ്. നമ്മൾ എഴുതുമ്പോൾ ഇവിടുന്ന് എന്നെയും ഇവിടുന്ന് Br റിമൂവ് ചെയ്തിട്ട് ഇത് ബോണ്ട് ഫോം ചെയ്തു എന്നാണ് പറയാം. പക്ഷേ ആക്ച്വലി എന്താ നടക്കുന്നത്? C2H5O- ആൻഡ് Na+ ആണ്. അപ്പോൾ C2H5O- എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രോങ് ന്യൂക്ലിയർ ഫയലാണ്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫയൽ വന്നിട്ട് ഈ ആൽക്കൈൽ ഹാലൈഡിൽ SN2 അറ്റാക്ക് നടത്തും. അപ്പോൾ ഇവിടുന്ന് ബ്രോമിൻ ലീവ് ചെയ്യും. അപ്പോൾ ഇത് SN2 അറ്റാക്ക് ആണ് നോർമലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് എഴുതിയാൽ എന്താ പ്രോഡക്റ്റ് ഉണ്ടാവുക? CH3 CH2 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 പിന്നെ OC2H5. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. CH3 CH2 ത്രൈസ് 3 CH. ഓക്കെ, CH2 ത്രൈസ് പിന്നെ OCH2 CH3 ദാറ്റ് ഇസ് C2H5. ഓപ്ഷൻ എ അല്ല ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓക്സിഡേഷൻ ഓഫ് ടൊളുവിൻ ടു ബെൻസാൾഡിഹൈഡ് ബൈ ക്രോമൈൽ ക്ലോറൈഡ് ഇസ് കോൾഡ്. അപ്പോൾ നമ്മൾ ടൊളുവിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുക. CrO2Cl2. ഓക്കെ, ഇവിടെ ഒരു കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക. ഇവിടെ 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട്, ശരിക്കും റിമൂവ് ചെയ്യുന്നില്ല, ഇറ്റ് വിൽ ബിക്കം CHOCrOHCl2 ട്വൈസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്താൽ H3O+, ഹൈഡ്രോളൈസ് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം CHO. ഇത് CHO ആയിട്ട് മാറും. ദിസ് ഇസ് എ നെയിം റിയാക്ഷൻ കോൾഡ് ഇറ്റാർട്ട് റിയാക്ഷൻ. നമ്മളിതിനെ ഇറ്റാർട്ട് റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. ഇവിടെ OH NH2 ഉണ്ട്, COOH ഉണ്ട്. ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ നമ്മൾ അതിലെ
പ്രയോറിറ്റി കൂടിയ ഫങ്ഷണൽ ഗ്രൂപ്പിനെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ COH ആണ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. ബാക്കിയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനൊക്കെ നമ്മൾ സിംപ്ലി ബ്രാഞ്ചസ് ആയിട്ട് കൺസിഡർ ചെയ്യേ വേണ്ടു. ഓക്കെ, പിന്നെ നമ്മൾ പ്രയോറിറ്റി ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിനെ നോക്കാൻ വേണ്ടി മാത്രം പ്രയോറിറ്റി ഓർഡർ നോക്കുക. അടുത്ത കാര്യം, നമ്മൾ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് എപ്പോഴും ഏറ്റവും മിനിമം പോസിബിൾ ആയിട്ടുള്ള നമ്പർ കൊടുക്കണം. ഇവിടെ ബെൻസീൻ റിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ചെയിൻ. അപ്പോൾ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് COH കണക്ട് ചെയ്ത കാർബണിന് 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്പറിങ് ഈ സൈഡിലൂടെയാണ്, കാരണം ഇതിനൊക്കെ ബ്രാഞ്ചസ് ആയിട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഓക്കെ, അപ്പോൾ നമുക്ക് 2 അമിനോ എന്തായാലും ഉണ്ട്. 2 അമിനോ, പിന്നെ 4 ഹൈഡ്രോക്സി, പിന്നെ ബെൻസീൻ റിംഗിൽ COH വന്നാൽ നമുക്കതിനെ ബെൻസോയിക് ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ബെൻസീൻ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കും. ഇപ്പോൾ ബെൻസോയിക് ആസിഡ് ഇനഫ് ആണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് നമ്മൾ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഗിവ് HVZ റിയാക്ഷൻ? എന്താ HVZ റിയാക്ഷൻ? നമുക്ക് ഒരു കാർബോക്സിലിക് ആസിഡ് ഹാവിങ് ആൽഫ എച്ചിലുള്ള ഒരു കാർബോക്സിലിക് ആസിഡ് നമ്മൾ റെഡ് ഫോസ്ഫറസ് ആൻഡ് ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആൽഫ പൊസിഷനിലുള്ള ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടത്തേക്ക് ഹാലജൻ വരും. അപ്പോൾ R നമുക്ക് മോണോ ഹാലജനേഷൻ പറയുമ്പോൾ RCH, ഇവിടെ X വന്നു, COOH. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ്, അപ്പോൾ ഹാലജനേഷൻ ആണ്, ആൽഫ ഹാലജനേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് HVZ റിയാക്ഷൻ. അപ്പോൾ HVZ റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിൻ്റെ ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ പ്രസന്റ് ആയിട്ടുണ്ടാവണം. COOHൻ്റെ ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ പ്രസന്റ് ആയിട്ടില്ല. സോ നോ HVZ റിയാക്ഷൻ. COOHൻ്റെ ആൽഫ പൊസിഷൻ ഇവിടെ H ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് പറയാം? നോ HVZ റിയാക്ഷൻ. ഇവിടെ ആൽഫ H പ്രസന്റ് ആയിട്ടുണ്ട്. ഇറ്റ് വിൽ ഷോ HVZ റിയാക്ഷൻ. അപ്പോൾ A ഉണ്ട്, B ഉണ്ട്. അപ്പോൾ ബോത്ത് A ആൻഡ് B ആണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ D. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ താലിമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് Br2 ആൻഡ് സ്ട്രോങ് NaOH സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് താലിമൈഡ് നോക്കാം. C ഡബിൾ ബോണ്ട് O NH, ഇവിടെ C ഡബിൾ ബോണ്ട് O NH. ഓക്കെ, ഇത് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ആണ്. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പൊതുവെ നമ്മൾ പറയാം ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിൽ അരൈൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഫോമിൽ എഴുതാം. ഇവിടുന്ന് ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് ആൽക്കൈൽ അല്ല അരൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്താൽ ഇത് OH ആയിട്ട് മാറും. ഇത് ഇവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ശരിക്കും ഇത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് വരിക? NH2 ആണ് വരിക. ഓക്കെ, ഈ ഫോമിലേക്കാണ് ഇതിൻ്റെ മാറ്റം വരിക. ഇങ്ങനെയാണ് ഈ രീതിയിലാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ മാച്ച് ചെയ്യുന്ന ആൻസർ നമുക്ക് ഇവിടെ നോക്കാം. ഓർത്തോ അമിനോ ബെൻസോയിക് ആസിഡ്. കറക്റ്റ് അല്ലേ? ഓർത്തോ അമിനോ ബെൻസോയിക് ആസിഡ്. ഓപ്ഷൻ D ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കാർസിനോജനിക്? അപ്പോൾ കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മിക്കുക. ഈ നൈട്രോസോ അമൈൻസ് എന്ന് പറയുന്നത് നൈട്രോസോ അമൈൻ, ദാറ്റ് ഇസ് നൈട്രോസോ അമൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാൻസർ കോസിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. ഈ നൈട്രോസോ അമൈൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് ഈ നമ്മൾ പ്രോസസ്ഡ് മീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത്, കോള, അതുപോലെ തന്നെ ആൽക്കഹോൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൽക്കഹോൾസ്, ബിയേഴ്സ്, ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. ഇതിൻ്റെ ക്യാൻസർ കോസിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ B ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വിൽ നോട്ട് ഗോ ഫോർ ഡയസോട്ടൈസേഷൻ? അപ്പോൾ ഇതിലേതാണ് നമുക്ക് ഡയസോണിയം സാൾട്ട് തരാത്തത് എന്നാണ്. അപ്പോൾ ഈ ഡയസോണിയം സാൾട്ട് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം. ഈ ഡയസോണിയം സാൾട്ട് ഹൈലി അൺസ്റ്റേബിൾ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിനകത്തൊരു നല്ല ലീവിങ് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുണ്ട്. N2 എന്ന് പറയുന്ന ഒരു നല്ല ലീവിങ് ഗ്രൂപ്പാണ്. എളുപ്പത്തിൽ ലീവ് ചെയ്ത് പോകും. അങ്ങനെ എളുപ്പത്തിൽ ലീവ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇത് ഈ ഒരു ഡയസോണിയം സാൾട്ട് അൺസ്റ്റേബിൾ ആവുന്നത്. നമ്മൾ ആരോമാറ്റിക് ഡയസോണിയം സാൾട്ടിൻ്റെ പ്രൊഡക്ഷനൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ കണ്ടു 0 to 5 ഡിഗ്രി സെൽഷ്യസ്. കാരണം ഇത് 0 to 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ആരോമാറ്റിക് ഡയസോണിയം സാൾട്ടൊക്കെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. അവിടെ X- പകരം അവിടെ X- പ്ലേസിൽ BF4- ആണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിൽ കുറച്ചുകൂടി എക്സിസ്റ്റ് ചെയ്യും. ഇത് ഈ പൊതുവെ എല്ലാ ഡയസോണിയം സാൾട്ട് വാട്ടർ സോല്യൂബിൾ ആണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ എക്സെപ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിളും അല്ല. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ആളുണ്ട്. അല്ലാത്ത കേസിലൊക്കെ ഡയസോണിയം സാൾട്ട് ആരോമാറ്റിക് ആണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യില്ല. 0 to 5 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഈ ആരോമാറ്റിക് ഡയസോണിയം സാൾട്ട് പിന്നെയും സ്റ്റേബിൾ ആവാനുള്ള, കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നതുകൊണ്ടാണ്.
ആലിഫാറ്റിക് ഡയസോണിയം സാൾട്ടിൻ്റെ പ്രത്യേകത അത് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അത് ജസ്റ്റ് ഇൻ്റർമീഡിയറ്റ് മാത്രമാണ്. അതിന് ഒരിക്കലും എനി ടെമ്പറേച്ചർ, ഇനി ലോവർ ടെമ്പറേച്ചർ അതിൽ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. C2H5NH2. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ ഡയസോണിയം സാൾട്ടായിട്ട് കൺവേർട്ട് ചെയ്ത C2 അല്ല C6H5NH2നെ ഡയസോണിയം സാൾട്ടായിട്ട് കൺവേർട്ട് ചെയ്ത C6H5N2+X-. ഇത് ആരോമാറ്റിക് ഡയസോണിയം സാൾട്ടാണ് തരിക. ഇതും ആരോമാറ്റിക് ഡയസോണിയം സാൾട്ടാണ് തരിക. NH2 കണക്ട് ചെയ്തിരിക്കുന്നത് ആരോമാറ്റിക് റിംഗിലായതുകൊണ്ട് ഇതും ആരോമാറ്റിക് ഡയസോണിയം സാൾട്ടാണ് തരിക. പക്ഷേ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ NH2 കണക്ട് ചെയ്തിരിക്കുന്നത് നേരിട്ട് ബെൻസീൻ റിംഗിലല്ല, CH2. ഓക്കെ, ആലിഫാറ്റിക് പാർട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴും ആലിഫാറ്റിക് ഡയസോണിയം സാൾട്ടാണ് തരിക. ആലിഫാറ്റിക് ഡയസോണിയം സാൾട്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, വിച്ച് ഇസ് അൺസ്റ്റേബിൾ, ഇൻ്റർമീഡിയറ്റ് മാത്രമാണ്, ഒരിക്കലും അത് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മൾ ആൻസർ. ഇനി ദ ടൈപ്പ് ഓഫ് പോളിത്തീൻ വിച്ച് ഇസ് കെമിക്കലി ഇന്നേർട്ട് ആൻഡ് മോർ ടഫ് ആൻഡ് ഹാർഡ്. മോർ ടഫ് ആൻഡ് ഹാർഡ് ആണെങ്കിൽ പോളിത്തീൻ നോക്കേണ്ട ആവശ്യമില്ല, HDP ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ റിസപ്റ്റർ പ്രോട്ടീൻസ് ആർ എംബഡഡ് ഇൻ ടു ദി സെൽ മെമ്പറിൻ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫുഡ് പ്രിസർവേറ്റീവ്സ് പ്രിവെന്റ് സ്പോയിലേജ് ഓഫ് ഫുഡ് ഡ്യൂ ടു ദി മൈക്രോബിയൽ ഗ്രോത്ത്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രിസർവേറ്റീവ്സ് നമുക്ക് അറിയുന്നതാണ്. സോഡിയം ബെൻസോയിറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ടേബിൾ സാൾട്ട് ഉപയോഗിക്കുന്നുണ്ട്, വെജിറ്റബിൾ ഓയിൽസ്, ഇതൊക്കെ നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ആൻസർ ഓൾ ഓഫ് ദിസ് എബോവ് ആണ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബോണൈൽ കോമ്പൗണ്ട് ഇസ് മോസ്റ്റ് പോളാർ. കാർബോണൈൽ കോമ്പൗണ്ട് പോളാർ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ C ഡബിൾ ബോണ്ടോന്റെ നേച്ചർ നമ്മൾ കൺസിഡർ ചെയ്താൽ ഓക്സിജനും കാർബണും എടുത്തു കഴിഞ്ഞാൽ ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കാർബണിനെക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഓക്സിജന്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഓക്സിജന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും കിട്ടും, കാർബണിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ വരുന്നതുകൊണ്ടാണ് ഈ കാർബോണൈൽ കാർബൺ എന്ന് പറയുന്നത് പോളാർ ആവുന്നത്. ഇമാജിൻ ഇവിടെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നാൽ ഇതിന്റെ ഇന്റൻസിറ്റി ഓഫ് പോസിറ്റീവ് ചാർജിനെ കുറക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി കുറക്കും. അങ്ങനെ പോസിറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി കുറക്കുക എന്ന് പറയുന്ന സമയത്ത് അതിന്റെ പോളാർ നേച്ചർ കുറയാണ് ചെയ്യുക നോർമലി. അപ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഈ കാർബോണൈൽ കാർബണെ അല്ലെങ്കിൽ ഈ കാർബോണൈൽ കോമ്പൗണ്ടിന്റെ പോളാർ നേച്ചർ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ C2H5 റിലീസിംഗ് ആണ്, +I റിലീസിംഗ് ആണ്, CH3 ഒക്കെ റിലീസിംഗ് ആണ്. ഇതിൽ വരുന്ന സമയത്ത് 2H ആണ്, നൈദർ റിലീസിംഗ് നോർ വിഡ്രോയിങ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരിക.